അപ്പോൾ ഇവിടെ നമ്മൾ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നു. ഈ ഒരു വാൾ എന്ന് പറയുന്നത് നമ്മളുടെ പൂജാമുറി, അതിനെ മറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ഥലം. ഇനിയാണ് എക്സാക്ട് സ്ട്രക്ചറിൽ ചെയ്തിരിക്കുന്നത്. ഈ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് മെറ്റൽ സ്ട്രക്ചറിലല്ല ചെയ്തിരിക്കുന്നത്, സ്ട്രക്ചറിൽ ചെയ്തിട്ട് നമ്മൾ വുഡൻ ഹാർഡ് വുഡ് ടീക്ക് വുഡ് വെച്ച് പാനൽ ചെയ്തിരിക്കും. സത്യത്തിൽ എത്ര ഭംഗിയുണ്ട് ഈ ഹാൻഡ് റെയിൽസ്. നമുക്ക് ആ ഒരു എല്ലാം യൂഷ്വലി നമ്മൾ ഹാൻഡ് റെയിൽസ് കൊടുക്കുമ്പോൾ വളരെ ബൾക്കി ആ ഒരു ഫീൽ ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇതൊരു ഈ ബൾക്കി ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാർക്കും അറിയില്ല. അലൂമിനിയം, ഞാനിപ്പോൾ പല വീഡിയോകളും എൻ്റെ വ്ളോഗിൽ തന്നെ എൻ്റെ വീഡിയോസിൽ തന്നെ പല വീഡിയോകളിലും ഗ്ലാസ് ഹാൻഡ് റെയിൽസ് നമ്മൾ കാണുന്നുണ്ട്. ശരിക്കും എന്തോരം കോസ്റ്റാണ് എന്നുള്ളത് ഒന്ന് ചിന്തിച്ച് നോക്ക്. ഇത് എന്തോരം സ്ട്രെങ്ത് ആണ്. ഒരു വിധത്തിലും ഇത് പോയില്ല, ഇതെ പിടിച്ച് കയറാൻ പറ്റും. മറ്റേതൊന്നും ശരിക്കും നമ്മൾ പിടിച്ചാൽ നല്ലപോലെ കിടന്ന് കുലുങ്ങും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ പോയി, ആ വീട്ടില് ശരിക്കും ഹാൻഡ് റെയിൽസ് ഇങ്ങനെ പിടിച്ച് മൊത്തം കിടന്ന് കുലുങ്ങും. ആ വർക്കബിലിറ്റി അത്രയും മോശമാണ്. ആൾക്കാർ ചെയ്തു വെച്ചിരിക്കുന്ന അത്രയും മോശമായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അതിന്റെ ഒരു പ്രശ്നമാണ്. അപ്പൊ അത് ആൾക്കാർ മനസ്സിലാകുന്നില്ല. ഇത് കോസ്റ്റ് എന്താവാനല്ലേ, ഹാർഡ്ലി നമുക്ക് വളരെ കുറച്ച് കോസ്റ്റ് ആയിട്ടുള്ളൂ. വളരെ കുറച്ചെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച്. അതെ അതെ, മനോഹരമായ ഒരു സാധനം, ഒന്നും പറയാനില്ല. ഇനി ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം, ഈ വീട്ടിൽ കയറി ഞാൻ ആദ്യം കണ്ടപ്പം ഈ ഒരു ഏരിയ ആണ് രൂപക്ക്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രൂപക്കിൻ്റെ ഈ ഒരു ഐഡിയ ഉണ്ടല്ലോ, എക്സലൻ്റ് ആണ്. എങ്ങനെയായിരുന്നു താങ്കൾ ഈ ഒരു തോട്ട് പ്രോസസ് ഡെവലപ്പ് ചെയ്തത്? ഇവിടുത്തെയും നമ്മൾ ഈ പറഞ്ഞല്ലോ, നമുക്ക്